ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം, ഇപ്പം കീമിൻ്റെ റിസൾട്ട് വന്നു, കീമിൻ്റെ റാങ്ക് വന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. പിന്നെ ഇപ്പം ഇനി അലോട്ട്മെൻറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറേ നോട്ടിഫിക്കേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പം കുറേ സ്റ്റുഡൻസിന് കുറേ ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ടിപ്പിക്കലി വരുന്നൊരു ഡൗട്ടാണ് EC എടുക്കണോ CS എടുക്കണോ. അപ്പം ഞാൻ എങ്ങനെ +2 ബയോമാക്സ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ബയോമാക്സ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കമ്പ്യൂട്ടർ എന്താണ്, കമ്പ്യൂട്ടർ പാടാണോ ഈസി ആണോ അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാനെടുത്തത് ഈസിയാണ്. ഐ റിഗ്രറ്റ് ആണോയെന്ന് ചോദിച്ചാൽ റിഗ്രറ്റ് ഒന്നും ഇല്ല. പക്ഷെ ഞാനിപ്പം ഞാൻ ഇനി എടുക്കുന്ന എൻ്റെ കരിയർ എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിലായിരിക്കും. സോഫ്റ്റ്വെയറിൽ ഒരു കരിയർ ചൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. സോ അത് അപ്പം ലൈക്ക് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പഠിച്ച കാര്യത്തിൽ തന്നെ നമ്മൾ ആക്ച്വലി നിന്ന് അതിൽ തന്നെ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ വി ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ്, നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് നിന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഈസിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മാത്സ് കമ്പ്യൂട്ടർ എടുത്തൊരു സ്റ്റുഡൻ്റ് ആണ്, കമ്പ്യൂട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ കോഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചൂസ് CS, അതായത് ചൂസ് CS ഓവർ EC എന്നേ പറയത്തുള്ളൂ. പിന്നെ ECയിൽ എന്തൊക്കെ വരുന്നു, എങ്ങനെയാണ് EC പാടാണോ, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. EC പാടാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എത്ര പാടാണെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ +2 ഇപ്പോൾ മാത്സ് ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ പാടാന്ന് കുറേ പേര് പറഞ്ഞു. പക്ഷേ എനിക്ക് മാത്സ് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷനൊന്നും വലിയ പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് അവർ ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ECയിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ECയിൽ വരുന്നത് പർട്ടിക്കുലർലി ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ ഉള്ള പ്ലേസ്മെൻറ്റ്സ് വരാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ വേറെ സർക്യൂട്ട് ഡിസൈനിങ്, അനലോഗ് സർക്യൂട്ട്സ്, അങ്ങനെ കാര്യങ്ങളിലൊക്കെ പ്ലേസ്മെൻറ്റ്സ് വരാം. അപ്പം ഇതൊന്നും എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്നറിയാം. ഭയങ്കര ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ECക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ECക്കാർ കുറച്ചുകൂടി ഡെപ്തിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അതായത് പ്രാക്ടിക്കലായിട്ട് കുറച്ച് നമുക്ക് നോളജ് വേണം. അതായത് പ്രാക്ടിക്കൽ നോളേജ് ഗവൺമെൻറ് കോളേജസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ എനിക്ക് ആൻസർ ഇല്ല. ലൈക്ക് എനിക്കൊന്നും അധികം പ്രാക്ടിക്കൽ നോളജ് ഇല്ലായിരുന്നു. ഞാൻ തിയറി പഠിക്കുന്നു, എക്സാം എഴുതുന്നു, അതൊക്കെ തന്നെ ഞാൻ പേഴ്സണലി ചെയ്തിട്ടുള്ളത്. അപ്പം പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ വിഷയത്തിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയേക്കാം. സത്യം പറയുവാണെങ്കിൽ ഞാൻ എക്സാമിന് വേണ്ടി മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എക്സാമിന് വേണ്ടി പാസ്സാവാൻ വേണ്ടിയൊക്കെയാണ് പഠിച്ചത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഞാൻ ഒരു ഗ്രാജുവേറ്റുമായി. ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും മീൻസ് അത്യാവശ്യം മാർക്ക് മേടിച്ച് തന്നെ ഞാൻ പാസ്സായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പാസ്സാവുന്നത് ഒരു ഡിഗ്രി കിട്ടിയോണ്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. ഡിഗ്രി കിട്ടിയാൽ മാത്രം പോരാ, നമ്മൾ സ്കിൽഡ് ആയിരിക്കണം. അതായത് പഠിച്ച കാര്യത്തിൽ സ്കിൽഡ് ആയിരിക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ടെക്നിക്കൽ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു ജോലി കിട്ടിയ ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. സോ അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് EC ആണോ CS ആണോ, EC എടുക്കണോ CS എടുക്കണോ എന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ECനെ പറ്റി കുറച്ച് പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ EC വരുമ്പം പ്രാക്ടിക്കലി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഓക്കെ, വയറും എന്തെങ്കിലും കണക്ടിവിറ്റി, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഫാൻ കേടായാൽ അല്ലെങ്കിൽ ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഡിം ആയാൽ അതൊക്കെ ശരിയാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കാണും. പിന്നെ അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി കിട്ടണം, ഒരു ഡിഗ്രി കിട്ടിയാൽ മതി, ഒരു BTech ഡിഗ്രി കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം, അങ്ങനെ ഒരു മൈൻഡാണെങ്കിൽ ഞാൻ പറയുന്നത്, BTech ഡിഗ്രി കിട്ടിയിട്ട് ബാക്കി കാര്യം നോക്കാമെന്നാണെങ്കിൽ ചൂസ് CS. EC നമുക്ക് തലേന്നിരുന്ന് പഠിച്ചാൽ ഒന്നും തലയിൽ കയറുന്ന സാധനമല്ല. നമ്മൾ ഒരാഴ്ച മുന്നേ, ഒരു മാസം മുന്നേയൊക്കെ പഠിച്ച് വൃത്തിക്കിരുന്നാലേ നമുക്ക് ECയിൽ എന്തെങ്കിലും നമുക്ക് കാരണം അത് നല്ല ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ്. അതായത് CS ഭയങ്കര എളുപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞു, CSന് കോഡിങ്ങും പ്രാക്ടിക്കൽ നോളജും വേണം. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ EC കുറച്ചുകൂടി ലൈക്ക് CS ജോലി എടുക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവരെപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. പുതിയ ലാംഗ്വേജ് വരും, പുതിയ ടെക്നിക്കൽ അപ്ഡേറ്റ്സ് വരും, അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ്. പക്ഷേ ECക്കാരെന്ന് വെച്ചാൽ അതിനൊരു ബേസ് ഉണ്ട്. ആ ബേസ്
ബേസിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. അപ്പോൾ ആ ബേസ് സ്ട്രോങ് ആക്കലാണ് ബിടെക് ഗ്രാജുവേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിൽ വരുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കുറച്ച് അനലോഗ് സർക്യൂട്ട്സ്, VLSI, എംബഡഡ് സിസ്റ്റം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങളത് പഠിക്കുമ്പോഴത്തേക്കേ മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു ടിപ്പിക്കലി ഭയങ്കര ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ലാപ്ടോപ്പിലെ ചിപ്പിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നു, അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്രോ കൺട്രോളർ വെച്ചിട്ടാണോ അത് കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് ഡെപ്തിൽ കാര്യങ്ങൾ അറിയുക. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബേസിക്സ് മാത്രമാണ് ബിടെക് ചെയ്യുന്നത്. നമ്മൾ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഞാൻ പഠിച്ചായിരുന്നോ എന്നൊക്കെ നമ്മൾ തോന്നിപ്പോകുന്നത്. സോ ഇപ്പം നിങ്ങൾ ലൈക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അന്നത്തേന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇങ്ങനെ ചൂസ് ചെയ്യുമായിരുന്നു. ഞാൻ വേറൊന്നും ആലോചിച്ചിട്ടില്ല. ഓക്കെ ഈസി കൊള്ളാം, ലൈക്ക് ചുമ്മാ പേരൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈസി എടുത്തത്. പക്ഷേ ഇതിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഈസി അത്യാവശ്യം പാടാണ്. നിങ്ങൾക്കൊരു നല്ല എനിക്കിപ്പോൾ ഹയർ സ്റ്റഡീസ് ടെക്നിക്കലി CS എടുക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ അതിന് വേറെ ചിലപ്പോൾ ഞാൻ ഈസി അണ്ടർ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്കതൊരു കൺസ്ട്രെയിൻ്റ് ആയേക്കാം. സോ അപ്പം ചൂസ് ചെയ്യുക. ഞാൻ നോട്ട് ഡൗൺ ചെയ്യുക, നിങ്ങളുടെ കോഴ്സ് എടുക്കുന്നത് നിങ്ങൾ ഭയങ്കര മീൻസ് നല്ലോണം ആലോചിച്ചിട്ട് വേണം എടുക്കാൻ. ഈവൻ ദോ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഇപ്പോൾ ഈസി പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് CS പഠിക്കാം, അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും പഠിക്കാൻ പറ്റും. അപ്പം നമുക്ക് രണ്ടും അറിയാവുന്നൊരിതായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ പഠിച്ച ഡിഗ്രി തന്നെ ജോലി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി പഠിച്ചത് എന്തിനാന്നുള്ളൊരു ചിന്തയൊക്കെ ഇടയ്ക്കൊക്കെ വരും. അതെനിക്കൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ലൈക്ക് ഐ എൻജോയ് ദ കോളേജ്. പിന്നെ ചിലപ്പോൾ ചിലവർക്ക് ആക്ച്വലി എനിക്ക് എൻ്റെ റാങ്ക് വെച്ചിട്ട് എനിക്ക് എൻ്റെ കോളേജിൽ എനിക്ക് CS കിട്ടത്തില്ല. അപ്പം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ വലിയ കോളേജസ് എടുക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഈസി ആണെങ്കിലും എനിക്ക് CS റിലേറ്റഡ് കമ്പനീസ് വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റും. അപ്പം അങ്ങനെയും വേണമെങ്കിൽ നോക്കാം. അപ്പം പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരാൾ നിൽക്കുവാണ്, അയാൾ എന്ത് പഠിക്കാനും റെഡി ആണെങ്കിൽ ഇഫ് ദേ ഗോട്ട് ഓൺലി റാങ്ക് റേഞ്ചിങ് 3000 to 4000 അല്ലെങ്കിൽ 2000 to 4000 ആണെങ്കിൽ ചൂസ് ഈസി, കുഴപ്പമില്ല. ഈസി എടുത്താലും നിങ്ങൾ സൈഡിൽ കൂടി ടെക്നിക്കൽ പഠിച്ചാൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് നല്ല ടെക്നിക്കലി കിട്ടും. അതിനകത്ത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. സോ അറ്റ് ലാസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു സമ്മപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ചൂസ് യുവർ കോഴ്സ് വൈസ്ലി. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന കോഴ്സായിരിക്കും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബിടെക്കിൻ്റെ സെക്കൻഡ് ഇയർത്തിന് അയ്യോ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് വരാം എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഈ സാധനങ്ങളൊക്കെ ചെയ്യണം. പ്രാക്ടിക്കലി വൈവൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമ്മളെങ്ങനെ അലക്കുന്നത്. ലൈക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നോട് കുറേ ചോദിച്ചിട്ടുണ്ട്. എന്നൊരു ഫൈനൽ ഇയറിൽ വരെ വൈവ ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ബേസിക് ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചത്. അപ്പം ബേസിക്കൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ലൈക്ക് ഒരു ദിവസം പഠിച്ചിട്ട് പിറ്റേ ദിവസം മറക്കുന്ന ആളാണെങ്കിൽ അന്ന് 2 വർഷം 3 വർഷം മുന്നേ പഠിച്ചൊന്നും ഓർക്കത്തില്ല. അത് ഒരു ഫാക്റ്റാണ്. സോ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് മാർക്കും കൂടുതൽ കിട്ടും, നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിൽ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ നമുക്ക് കൂടെ. അപ്പം ഈസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ മാർക്ക് മാത്രമല്ല, പ്രോജക്ട്സ് ചെയ്യണം. പിന്നെ അതനുസരിച്ച് ലൈക്ക് നോളജ് ഉണ്ടായിരിക്കണം എല്ലാത്തിലും. അതൊക്കെ ഈസിക്കാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ലൈക്ക് എല്ലാത്തിലും ഒരു നോളജ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, IIT പോകുന്നു. അപ്പോൾ ആ ഒരു ഗേറ്റ് ലെവൽ നോളജ് നമുക്ക് ഉണ്ടെങ്കിലേ നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ ഇനിയിപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ പ്ലേസ്മെൻറ്റ് ടിപ്സ്, ഈസിക്കാർക്കുള്ള പ്ലേസ്മെൻറ്റ് ടിപ്സ് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം, കുഴപ്പമില്ല. സോ ഈ ഒരു ബ്രാഞ്ച് വൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ CS or EC, ഇഫ് യു ആർ ജസ്റ്റ് പാഷനേറ്റ് ഇൻ ടെക്നോളജി ആൻഡ് ഡൂയിങ് വെരി ഗ്രേറ്റ് തിങ്, ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ടെക്നിക്കലി കുറച്ച് നല്ല കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ പൈത്തൺ ആയിരിക്കും നിങ്ങൾ +2 വരെ പഠിച്ചത്, അതൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ടാണ് ചെയ്യുന്നത്. എനിക്കൊരു മടുപ്പില്ലാതെ കോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചൂസ് CS. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക, അതിലൊരു ഗ്രാജുവേറ്റ് ആവുക, എന്നിട്ട് നല്ലൊരു അടിപൊളി കമ്പനി എന്തായാലും നിങ്ങളെ കാത്തിരിക്കും. നമുക്ക് ഓഫ് ക്യാമ്പസ് ആണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടാനുള്ള വഴി കൂടുതലായിരിക്കും. പക്ഷേ ഈസിക്കാർ അങ്ങനെയല്ല, ഓഫ് ക്യാമ്പസൊക്കെ ഈസിക്കാർ പെടും. കുറച്ച് റെഫറൽസും അങ്ങനത്തെ കാര്യങ്ങളില്ലാതൊന്നും ഈസിക്കാർക്ക് കിട്ടത്തില്ല. സോ ഈസിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി കുറച്ചുകൂടി പ്രാക്ടിക്കലി ചെയ്യാൻ റെഡി ആണെങ്കിൽ, പ്രാക്ടിക്കലി കുറച്ചുകൂടി എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ഈസി എടുക്കാൻ ഞാൻ പേടിപ്പിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ഇനിയും വരുന്നൊരു ഇൻഡസ്ട്രി ഈസിയുടെയാണെന്നാണ് പറയുന്നത്.
സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വളരുവാന്നാണ് പറയുന്നത് എപ്പോഴും. സോ ഈസി എടുക്കാൻ പേടിപ്പിക്കുകയല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഞാൻ ഈസി ഗ്രാജുവേറ്റ് ആണ്. ഞാനിപ്പം 2024 പാസ് ഔട്ടാണ്. പക്ഷെ എന്നാലും എൻ്റെ ചോയ്സ് തെറ്റായിരുന്നു എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവരുത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കഷ്ടപ്പെട്ടെടുക്കുന്നത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇൻഫർമേഷൻ. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കും. സോ താങ്ക് യു ഗൈസ്, ബൈ ബൈ. സോ സി യു നെക്സ്റ്റ് വീഡിയോ. നമുക്ക് എന്തായാലും ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ബൈ.